ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെല്ലിമ്മാൻ്റെ റെസിപ്പികളിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു റെസിപ്പി തന്നെയാണ് കാണിച്ചു വരുന്നത്. രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെല്ലിമ്മ ഉണ്ടാക്കുന്ന റെസിപ്പികളിൽ മെയിനായിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളുടെ രസത്തിൻ്റെ റെസിപ്പി. തമിഴ്നാട് സ്റ്റൈലിലാണ് ഇന്നത്തെ രസം കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, അതേപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് അടുപ്പിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് കുരുമുളകും ജീരകവും കൂടി ഒന്ന് കുത്തി ചതക്കണം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിന് ജീരകവും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 4-5 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി എടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് കുത്തി ചതക്കണം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ വല്യമ്മാൻ്റെ രീതിയിൽ തന്നെ കാണിക്കുകയാണ് കേട്ടോ. ഈ ടൈം കൊണ്ട് തന്നെ നമ്മളുടെ തക്കാളിയും അതേപോലെ തന്നെ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് തിരിച്ചിളക്കി കൊടുക്കണം കേട്ടോ അതിനെ. അപ്പോൾ അതാ നമ്മളുടെ തക്കാളിയും പുളിയും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളകും ഇതെല്ലാം കുത്തി ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടേബിൾ സ്പൂണ് കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറി ലീഫ്, അതേപോലെ തന്നെ നമ്മൾ കുത്തി ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കുരുമുളകും ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിയിട്ട് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ നല്ല വരാൻ തുടങ്ങണ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളുടെ തക്കാളിയും പുളിയും കൂടി നമ്മൾ വേവിച്ച് വെച്ചല്ലോ അത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടി ആ തക്കാളിൻ്റെ പേസ്റ്റിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഇല്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് രസത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി. നമ്മുടെ രസത്തിൻ്റെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. രസം ഒന്നാകെ തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ബബിൾസ് വന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, രസം റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നല്ല ട്രഡീഷണൽ അതേപോലെ തന്നെ നമ്മുടെ വല്യമ്മാൻ്റെ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.